ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ 40-41 ആയകളാണ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلا تستطيع له طلبا. നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ 40-41 ആയകളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അഹങ്കാരിയായ തോട്ടക്കാരനും അദ്ദേഹത്തിന്റെ സത്യവിശ്വാസിയായ സുഹൃത്തും തമ്മിലുള്ള സംവാദത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയകളിൽ തോട്ടക്കാരന്റെ സുഹൃത്തിന്റെ സംസാരങ്ങളാണ്. അപ്പോൾ ആ സുഹൃത്ത് പറയാണ്, 40-ാമത്തെ ആയല് ആ സുഹൃത്ത് പറയാണ്, എന്താ പറയുന്നത്? എന്ന് പറഞ്ഞാൽ ആയേക്കാം, ഫ എന്നാൽ അസ ആയേക്കാം, ഫഅസ എന്നാൽ ആകാനും മതി, അല്ലെങ്കിൽ ആയേക്കാം. ആര്? റബ്ബി. റബ്ബി എന്ന് പറഞ്ഞാല് എന്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ എന്റെ റബ്ബ്. റബ്ബി. അയ്യുത്തിയനി എന്ന് പറഞ്ഞാല് എനിക്ക് നൽകുവാൻ. എന്ത്? ഹൈറ. ഹൈറ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലത്, ഉത്തമമായത്. മീൻ ജന്നത്തിക്ക. മീൻ ജന്നത്തിക്ക എന്ന് പറഞ്ഞാല് നിന്റെ തോട്ടത്തെക്കാൾ. അപ്പൊ നിന്റെ തോട്ടത്തെക്കാൾ ഏറ്റവും നല്ലത് എനിക്ക് നൽകുവാൻ എന്റെ രക്ഷിതാവ് അയക്കാം, അല്ലെങ്കിൽ നൽകിയേക്കാം എന്നാണ് പറയുന്നത്. നിന്റെ തോട്ടത്തിനേക്കാൾ ഏറ്റവും നല്ല തോട്ടം എന്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ റബ്ബ് എനിക്ക് നൽകിയേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? അവൻ അയക്കുകയും, അലൈഹ, അല മേൽ, ഹ അതിന്റെ, ഹ എന്ന് പറഞ്ഞാൽ തോട്ടമാണ്, ഹ തോട്ടത്തിനെ ഉദ്ദേശിച്ചാണ്. അലൈ, അല എന്ന് പറഞ്ഞാല്, അലൈഹ പറഞ്ഞാല് അല പ്ലസ് ഹായാണ്. ഹ എന്ന് പറഞ്ഞാൽ അവിടെ തോട്ടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹ സ്ത്രീലിംഗ് ആണ്, തോട്ടം സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഹ യൂസ് ചെയ്തതാണ്. അലൈഹ അതിന്മേൽ, അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ മേൽ. എന്ത്? ഹുസ്ബാന. ഹുസ്ബാൻ എന്ന് പറഞ്ഞാല് ഇടിവാൾ, അല്ലെങ്കിൽ മിന്നൽ, അല്ലെങ്കിൽ മിന്നൽ പിണർ, അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ഒരു സംഭവം. യുർസില അലൈഹ ഹുസ്ബാന. ഹുസ്ബാനൻ മിനസ്സമായി. മിനസ്സമായി ആകാശത്തു നിന്നും. ഫതുസ്ബിഹ. ഫ അങ്ങനെ, തുസ്ബിഹ അത് ആയിത്തീരുകയും ചെയ്യും, അത് ആയിത്തീരും. ഫതുസ്ബിഹ അങ്ങനെ അത് ആയിത്തീരും. എന്തായിത്തീരും? സ്വഈദ. സ്വഈദ എന്ന് പറഞ്ഞാല് മൺപ്രദേശം. എങ്ങനെയുള്ള മൺപ്രദേശം? ജലഖ. ജലഖ എന്ന് പറഞ്ഞാല് വഴുതുന്ന, ചെളിമയമായ, അല്ലെങ്കിൽ നമുക്ക് നടക്കാനും കൂടി പറ്റാത്ത രീതിയിലുള്ള ചെളിമൺ പ്രദേശമായി അതിനെ മാറ്റിയേക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, നിന്റെ തോട്ടത്തെക്കാൾ ഏറ്റവും നല്ലൊരു തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയേക്കാം. രണ്ടാമത്, നിന്റെ തോട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായേക്കാം? ഇടിവാളയക്കാം, അല്ലെങ്കിൽ മിന്നല് അയച്ചിട്ട് എന്ത് ചെയ്യുക? തോട്ടത്തിനെ നശിപ്പിക്കുക. അല്ലെങ്കിൽ മിന്നല് എവിടെ നിന്നാണ് അയക്കുന്നത്? ആകാശത്ത് നിന്ന് മിന്നലയച്ച്, അല്ലെങ്കിൽ ഇടിവാളയച്ചിട്ട് എന്ത് ചെയ്യാം? നിന്റെ തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാം. അങ്ങനെ ആ തോട്ടത്തിനെ എന്താക്കി മാറ്റും? ചെളിമയമായൊരു മൺപ്രദേശമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാറ്റാൻ കഴിയും. എന്റെ രക്ഷിതാവ് പറയുന്ന ആരാന്നറിയാലോ അല്ലേ? അപ്പൊ ഈ ഒരു സംഭാഷണത്തിന് ഈ ഒരു കാര്യം പറയുന്നത് തോട്ടക്കാരന്റെ സുഹൃത്താണ്. അദ്ദേഹം പറയാണ്, എന്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ തോട്ടത്തെക്കാൾ നല്ലത് നൽകിയെന്നും വരാം. നിന്റെ തോട്ടത്തിന്റെ നേരെ അവൻ ആകാശത്ത് നിന്നൊരു ശിക്ഷ അയക്കുകയും
അങ്ങനെ അത് ചതുപ്പ് നിലമായി തീരുകയും ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ ചതുപ്പ് നിലമായി പോവുകയും ചെയ്യാം. 4ാമത്തെ ആയയില് അതിന്റെ കണ്ടിന്യൂഷൻ ബാക്കി തന്നെയാണ്. 40ാമത്തെ ആയ ബാക്കിയാണ്. ഔ അല്ലെങ്കിൽ യുസ്ബിഹ എന്ന് പറഞ്ഞാല് ആയിത്തീരും, അല്ലെങ്കിൽ ആയിത്തീരും. രണ്ടും കൂടി പറയുമ്പോ ഔ യുസ്ബിഹ എന്ന് പറഞ്ഞാല് പറയുന്നത് അല്ലെങ്കിൽ ആയിത്തീരും. മാ എന്ന് പറഞ്ഞാല് വെള്ളം, ഹ എന്ന് പറഞ്ഞാല് അതിലെ അല്ലെങ്കിൽ തോട്ടത്തിലെ. മാ എന്ന് പറഞ്ഞാല് അതിലെ വെള്ളം അല്ലെങ്കിൽ തോട്ടത്തിലെ വെള്ളം. ഗൗറ എന്ന് പറഞ്ഞാല് വറ്റിയത്, തോട്ടത്തിലെ വെള്ളം വറ്റിയതായിത്തീരാം. ഫലൻ തസ്തതിഅ അപ്പോൾ ലൻ എന്ന് പറഞ്ഞാല് നിഷേധിക്കുക, സാധിക്കുകയില്ല എന്ന് പറയാനാണ്. ഭാവിയിൽ ഒരു കാര്യം സാധിക്കുകയില്ല എന്ന് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ തസ്തതിഅ എന്ന് പറഞ്ഞാൽ സാധിക്കും എന്നാണ്. ലൻ തസ്തതിഅ എന്ന് പറഞ്ഞാല് സാധിക്കുകയില്ല. തസ്തതിഅ എന്ന് പറഞ്ഞാല് സാധിക്കും എന്നാണ് അർത്ഥം. ലൻ തസ്തതിഅ എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. അപ്പൊ മൊത്തം പറയുമ്പം ഫലൻ തസ്തതിഅ എന്ന് പറഞ്ഞാല് നിനക്ക് സാധിക്കുകയില്ല, ഇല്ല തന്നെ ഉറപ്പായിട്ടും. ലഹു അതിനെ, തൊലബ ലഹു എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഹു എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ലഹു അതിനെ, തൊലബ എന്ന് പറഞ്ഞാല് തേടിപ്പിടിക്കാൻ. അപ്പൊ ഈ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിനെ വറ്റിച്ചു കഴിഞ്ഞാല് ആ വെള്ളത്തിനെ തേടിപ്പിടിക്കാൻ ആർക്കാവൂല, നിനക്ക് കഴിയില്ല എന്നാണ് ഈ ഒരു തോട്ടക്കാരന്റെ സുഹൃത്ത് തോട്ടക്കാരനോട് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് തജ്വീദിന്റെ നിയമങ്ങൾ നോക്കാം. ഫസ്റ്റ് റബ്ബി കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഹംസയാണുള്ളത്. ബിയെ നീട്ടാൻ കെസ്റയുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്, ഹംസയാണ്. അപ്പൊ റബ്ബി അത് നമ്മള് 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം അല്ലേ. മദ്ദും ഹംസയും 2 വാക്കിലാണ്. അപ്പൊ അതിനെന്താ പറയാ, അൽ മദ്ദുൽ മുൻഫസിലാണ്. 4 കൗണ്ട് വേണമെങ്കിൽ നമുക്ക് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. പിന്നെ വന്നിട്ട് അൻ, ഇവിടെ സാക്കിനായ നൂനുണ്ട്. സാക്കിനായ നൂനിന് ശേഷമുള്ളത് യായാണ്. യാ, അപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യാ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബ്യോന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. അപ്പൊ നമ്മൾ നൂനിനെ മണിക്കുക. അയ്യുത്തിയനി. വാവിന്റെ മുകളിലുള്ളത് ഹംസയാണ്. ഹംസക്ക് സുക്കൂന്ന് വന്നാല് നമുക്കറിയാൻ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പൊ യുക്തിയനി. പിന്നെ വന്നിട്ട് ഹൈറ, റാടെ മുകളില് തൻവീനുണ്ട്. തൻവീനിന് ശേഷം മീമാണ് വന്നത്. ഇപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ഇദാമാണ്. ഇദാ ദ്യോന്ന. അപ്പൊ ഹൈറമ്മിൻ. ഇവിടെ സാക്കിനായ നൂനുണ്ട്. സാക്കിനായ നൂനിന് ശേഷം ജീമ് വന്നാൽ ഇഖ്ഫാണ്. അപ്പൊ എന്ത് ചെയ്യാ, മറിച്ച് വെച്ച് മണിക്കുക. മീ ജന്നത്തിക്ക വയുർസില അലൈഹ ഹുസ്ബാനൻ. ഇവിടെ നൂനിന്റെ മുകളിൽ എന്തുണ്ട്, തൻവീനുണ്ട്. തൻവീനിന് ശേഷം മീമാണ് വന്നത്. ഇപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം മീം വന്നാൽ ഇദാമാണ്. ഇദാം ബ്യോന്ന. അപ്പൊ ഹുസ്ബാനം മിനസ്സമായി. ഇവിടെ മീമിനുണ്ട് മദ്ദുണ്ട് അല്ലേ. മീമിന് മദ്ദുണ്ട്, മീമിനെ നീട്ടാനൊരു മദ്ദുണ്ട്, 2 കൊണ്ട് നീട്ടുന്ന മദ്ദാണ്. പിന്നെ അവിടെ തൊട്ട് ശേഷം എന്താണ്, ഹംസയുണ്ട്. അപ്പൊ മദ്ദും ഹംസയും അടുത്തടുത്ത ഒരു വാക്കിലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, 4 കൗണ്ട് നിർബന്ധമായി നീട്ടണം. ഇതിന് പറയുന്നത് അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ്. നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം, 4 കൗണ്ട് നീട്ടിയിട്ടാണ് ഇതിനെ പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മിനസ്സമായി ഫതുസ്ബിഹ ഫഈദൻ. ഇവിടെ ദാലിന് തൻവീനുണ്ട്. തൻവീന് കഴിഞ്ഞതിന് ശേഷം വന്നത് ആണ്. അപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാണ്. അപ്പൊ ഫഈദൻ സലഖ. പിന്നെ 41ാമത്തെ ആയയില് ഇവിടെ
ഇവിടെ ഉണ്ട് അല്ലേ. മീമിന് മദ്ദുണ്ട്, തൊട്ടടുത്ത് ഹംസയുണ്ട്. അപ്പൊ മാ ഉഹ. അപ്പൊ അവിടെ മീമിന്റെ മദ്ദിനെ 4 കൗണ്ട് നിർത്തിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. മീമിന്റെ മദ്ദിനെ 4 കൗണ്ട് നീട്ടുക. അതിന് പറയുന്നത് അൽ മദ്ദുൽ മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. പിന്നെ അടുത്തത് ഗൗറംഫ. ഇവിടെ തൻവീനിന് ശേഷം ഫായാണ് വന്നത്. സാക്കിനാനൂനിനോ തൻവീനിനോ ശേഷം ഫാ വന്നു കഴിഞ്ഞാൽ യഹ്ഫാണ്. യഹ്ഫാ മറിച്ച് വെച്ച് മണിക്കുക. നൂനിന്റെ സൗണ്ടിനെ മറിച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പൊ ഗൗറംഫ, ഗൗറംഫലൻ. ഇവിടെ സാക്കിനാനൂനുണ്ട്, ശേഷം വന്നത് തായാണ്. അവിടെയും എന്താണ്? യഹ്ഫാണ്. അപ്പൊ ഫലൻ തസ്തതിഅ ലഹു. ഇവിടെ ഹ കഴിഞ്ഞിട്ടൊരു വാവുണ്ട്. ഔ സഗീറ 2 കൗണ്ട് നീട്ടിയിട്ട് ലഹു ലഹു ത്വലബ. സൂറത്തുൽ കഹ്ഫിന്റെ 40-41 ആയകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തോട്ടക്കാരന്റെ അല്ലെ, തോട്ടം മുതലാളിയുടെ സുഹൃത്തിന്റെ സംഭാഷണം ആയിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, ആ തോട്ടക്കാരന്റെ സുഹൃത്ത് പറയാണ്, നിന്റെ തോട്ടത്തിനേക്കാൾ ഏറ്റവും ഉത്തമമായ തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയേക്കാം, എന്റെ റബ്ബ് എനിക്ക് നൽകിയേക്കാം. 40-ാമത്തെ ആയയുടെ ഫസ്റ്റ് ഭാഗത്താണ് ഒന്നാമത്തെ കാര്യം. എന്താണെന്ന് വെച്ചാല്, തോട്ടക്കാരന്റെ അല്ലെ, തോട്ടം ഉടമയുടെ സുഹൃത്ത് പറയാണ്, എന്റെ റബ്ബ് നിന്റെ തോട്ടത്തേക്കാൾ ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് നൽകിയേക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് ഒരുപാട് വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പറഞ്ഞ കാര്യം. നമുക്കുണ്ടാവുന്ന ഒരു അനുഗ്രഹങ്ങളും, തോട്ടമായാലും മക്കളായാലും സമ്പത്തായാലും സംഘബലം ഒന്നും എന്തല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല നമുക്ക് ലഭിക്കുന്നത്. അത് ആര് തരുന്നതാണ്? നമ്മുടെ റബ്ബാണ് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ട് പരീക്ഷിക്കും അല്ലേ, കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. ചിലർക്ക് കൊടുക്കാതെയും പരീക്ഷിക്കും. അങ്ങനെ 2 രീതിയിലുള്ളതും രണ്ടും പരീക്ഷണങ്ങളാണ്. നൽകിക്കൊണ്ടായാലും സമ്പത്ത് ലഭിച്ചതായാലും അത് പരീക്ഷണം, സമ്പത്ത് ലഭിക്കാത്തതാണെങ്കിൽ അതും പരീക്ഷണം. അപ്പൊ നമുക്ക് സമ്പത്ത് ലഭിക്കാത്ത ആളുകൾക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തരാതെയാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സമ്പത്ത് നൽകിയ ആൾക്കാരാണെങ്കിൽ അതിനെ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം അഹങ്കരിക്കാനുള്ള അവകാശമില്ല അല്ലേ, അഹങ്കരിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് അഹങ്കരിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് ഒരു കാലത്ത് സമ്പത്തുള്ളവർക്ക് എന്നും ആ സമ്പത്ത് നിലനിന്നോളണമെന്നില്ല. സമ്പത്തുള്ള ആളുകളുടെ സമ്പത്ത് എക്കാലവും അതങ്ങനെ തന്നെ നിലനിന്നോളണമെന്നില്ല. അതേപോലെ തന്നെ സമ്പത്തില്ലാത്ത ആളുകളുടെ ദാരിദ്ര്യവും എക്കാലവും അങ്ങനെ തന്നെ നിലനിന്നോളണമെന്നില്ല അല്ലേ. സമ്പത്തുള്ളവർക്ക് സമ്പത്തില്ലാണ്ടാവുകയും സമ്പത്തില്ലാത്തവർക്ക് സമ്പത്തുണ്ടായി ചെയ്യുന്നത് നമ്മളുടെ ചുരുങ്ങിയ ജീവിതകാലത്തിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്ത ഒരായാണിത്. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ തോട്ടക്കാരന്റെ സുഹൃത്തിന്റെ സംസാരം എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ തോട്ടത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും എന്തായിരിക്കാം ഒരു ശിക്ഷ, ഇടിത്തിയോ അല്ലെങ്കിൽ മിന്നലോ എങ്ങനെയെങ്കിലുള്ളൊരു ശിക്ഷ അയക്കുകയും അതിലൂടെ നിന്റെ ഭൂമി അല്ലെങ്കിൽ നിന്റെ തോട്ടം എന്തായി പോകാം, വഴുതുന്ന മൺപ്രദേശം എന്ന് പറഞ്ഞാൽ നടക്കാനും കൂടി പറ്റാത്തൊരു മൺപ്രദേശമായി പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണെങ്കിലും അല്ലേ, പല പ്രദേശങ്ങളും പണ്ട് മുതലല്ലേ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന പല സമൂഹങ്ങളെയും അള്ളാഹുവിനെ ധിക്കരിച്ചതിലൂടെ അള്ളാഹു നശിപ്പിച്ച പല പ്രദേശങ്ങളും പല രാജ്യങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അല്ലേ പല ദുരന്തങ്ങളും വന്ന് ഭൂമി നമുക്ക് ഉപയോഗയോഗ്യമല്ലാത്ത രീതിയിൽ ആയിപ്പോ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ നടക്കാറുണ്ടല്ലേ, മണ്ണിടിച്ചില് അല്ലെങ്കിൽ വെള്ളം പൊങ്ങി അല്ലെങ്കിൽ പല ദുരന്തങ്ങളും വന്നിട്ട് ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോകാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. ഒന്നാമത്തെ കാര്യം അല്ലേ, ആ ഒരു തോട്ടക്കാരന്റെ തോട്ടത്തിനേക്കാൾ ഉത്തമമായ ഒരു തോട്ടം ആ സുഹൃത്തിന് നൽകിയേക്കാമെന്ന് അദ്ദേഹം പറയാണ്. രണ്ടാമത്തത്, ആ തോട്ടക്കാരന്റെ തോട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്നും വെടുത്തി അയച്ചിട്ട് ആ തോട്ടത്തിനെ എന്താക്കി പോകാം, വഴുക്കുള്ള മൺപ്രദേശമായിട്ട് മാറിയേക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്, മൂന്നാമത്തെ കാര്യം 41-ാമത്തെ ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ ഈ തോട്ടത്തിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ രണ്ട് തോട്ടങ്ങളുടെ ഇടയിലൂടെ നദികൾ ഒഴുകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ നദികളാണ് ഈ തോട്ടത്തിലേക്ക് വേണ്ടി ജലസേചനത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന നദികളാണ്. അപ്പോൾ ആ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല വറ്റിച്ച് കളയുകയാണെങ്കിൽ ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു തോട്ടമുടമയ്ക്ക് തേടിക്കൊണ്ടുവരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പം അതും നമുക്കറിയാം അല്ലേ, മഴ ഒന്ന് കുറയുകയും സാധാരണ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ എന്തുണ്ടാവില്ല, കുടിവെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ മനസ്സിലാക്കാം അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് മഴയായിട്ട് ഇറക്കിയാൽ മാത്രമേ നമുക്കെന്തുണ്ടാവും, അപ്പം നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും മഴ ഇറക്കിയാൽ മാത്രമേ എന്തുള്ളൂ, ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ജലം ലഭിക്കുകയുള്ളൂ അല്ലേ. വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിയിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത് അല്ലേ. നമുക്ക് ലാബിൽ പോയിട്ട് 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജനും കൂട്ടിയിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കി നമുക്ക് കുടിക്കാൻ കഴിയില്ല അല്ലേ. അങ്ങനെ ഇതുവരെ അത് ചെയ്തതായിട്ടുള്ളൊരു ചരിത്രവുമില്ല. അപ്പം വെള്ളത്തിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്നല്ലാതെ ഏത് രീതിയിലാണത് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കഴിവാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അപ്പുറം നമുക്കെന്തില്ല, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ആയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. തോട്ടക്കാരൻ്റെ സുഹൃത്ത് തോട്ടക്കാരനെ ഉപദേശിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ വെള്ളം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സന്താനങ്ങൾ, സമ്പത്ത്, അതേപോലെ തന്നെ ഏത് കാര്യത്തിൽ നമ്മൾ എന്തില്ല, നമ്മളുടെ കഴിവല്ല, ഇതാര് തന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ വിശ്വസിക്കാം. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവിൻ്റെ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാനും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയായി കൂടുതൽ അടുക്കാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.